അന്നഹു കാന യൗമുറു ബിതഅലീഖിൽ ഖുർആനി, ഖുർആൻ എഴുതി കെട്ടാൻ കൽപ്പിച്ചിരുന്നു. വഖാല ലാ ബഅസ ബിഹി, അതിന് യാതൊരു തകരാറുമില്ലെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി വിശദീകരിക്കുകയും ചെയ്തിരുന്നു എന്ന് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ ശറഹുൽ മുഹദ്ദബിന്റെ 9-ാം വാള്യം 67-ാമത്തെ പേജിൽ വിശദീകരിക്കുന്നു. ഇനി നിങ്ങൾ നോക്ക്, ഇത് നമ്മുടെ മുജാഹിദുകളുടെ ലോകാടിസ്ഥാനത്തിലുള്ള നേതാവുകളുടെ കൂട്ടത്തിൽ എന്ന് പരിചയപ്പെടുത്തുന്ന ഇബ്നു ബാസ് എഴുതിയ പുസ്തകമാണ് ഹുക്മു സിഹ്രി വൽ കഹാനത്തി വമാ യതഅല്ലഖു ബിഹാ. സിഹ്റും അതേമാതിരി ജ്യോത്സ്യപ്പണിയും അതിനോടനുബന്ധിച്ചുള്ള മറ്റു സംഗതികളും എന്ന് പറഞ്ഞിട്ടുള്ള ഈ പുസ്തകം. ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായി അദ്ദവാഉ ശർഇയ്യു ലിസ്സിഹ്രി, സിഹ്ർ ബാധിച്ചാലുള്ള ഇസ്ലാമികമായ ചികിത്സ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ വ്യക്തമായി വിശദീകരിക്കുന്നു. സിഹ്ർ ബാധിച്ച ആള് എന്തു ചെയ്യണം? അദ്ദേഹം കുറെ ഖുർആൻ പാരായണം ചെയ്യണം, എന്നിട്ട് സിഹ്റിന് വേണ്ടി അദ്ദേഹം മന്ത്രിക്കണം, ബാക്കിയുള്ളവരെ കൊണ്ട് മന്ത്രിപ്പിക്കണം, അതൊക്കെ ആയത്തുൽ കുർസി ഓതണം, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞു കുല്ലു ഹാദാ മിനദ് ദവാഇൽ മുഫീദി, ഇതെല്ലാം ഫലപ്രദമായ ചികിത്സാ രീതികളിൽ പെട്ടതാണ്. ഇനി വഇൻ ഖറഅ ഹാദിഹി റുഖ്യത വദ്ദുആ ഫീ മാഇൻ, ഈ മന്ത്രവും പ്രാർത്ഥനയും ഒരാൾ വെള്ളത്തിൽ ഓതുകയും എന്നിട്ട് സുമ്മ ശരിബ മിന്നുൽ മസ്ഹൂറു, സിഹ്ർ ബാധിച്ചാൽ അതിൽ നിന്ന് കുടിക്കുകയും ചെയ്താൽ, വഗ്തസല ബി ബാക്കിഹി, എന്നിട്ട് അതിന്റെ ബാക്കി കൊണ്ട് കുളിക്കുകയും ചെയ്താൽ, കാന ഹാദാ മിൻ അസ്ബാബി ശിഫാഇ വൽ ആഫിയതി ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുവാദത്തോടുകൂടെ അത് രോഗശമനത്തിനുള്ള പ്രധാനപ്പെട്ട മാർഗമായി കാരണമായി മാറിക്കിട്ടും. അപ്പൊ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീന് ഒറിജിനൽ പഠിച്ചു മനസ്സിലാക്കിയ ആള് എന്ന നിലക്ക് നിങ്ങൾ പരിചയപ്പെടുത്താറുള്ള ഇബ്നു ബാസ് തന്നെ തന്റെ ഹുക്മു സിഹ്രി വൽ കഹാനത്തി വമാ യതഅല്ലഖു ബിഹാ എന്ന പുസ്തകത്തിന്റെ 35-ാമത്തെ പേജിൽ പറയുന്നു, അത് വെള്ളത്തിൽ ഓതിയിട്ട് മന്ത്രിക്കുക, എന്നിട്ട് അത് കുറച്ച് കുടിക്കുക, കുറച്ച് ശരീരത്തിലേക്ക് ഒഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ രോഗം മാറാൻ പറ്റിയ പണിയാണ്. അപ്പൊ അബ്ദുസലാം സുല്ലമി തന്റെ പുസ്തകത്തിൽ ഒരിക്കലും ഇത് ശരിയല്ല, അങ്ങനെ ഓതാനും കുടിക്കാനൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞത് സ്വന്തം വകയാണ്, ഇവരുടെ കൂട്ടത്തിലെ നേതാക്കൾക്ക് പോലും പരിചയമില്ലാത്ത വാദമാണ് എന്ന് വളരെ വ്യക്തമായി നാം മനസ്സിലാക്കണം. ഇനി എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, വളരെ ചുരുക്കി ഞാൻ ഒരു കാര്യം പറയുന്നു. നമ്മുടെ സ്ത്രീകളുടെ പള്ളിപ്രവേശനം ഇന്ന് വളരെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. സ്ത്രീകളുടെ പള്ളിപ്രവേശനം അത് സംബന്ധമായി അഹ്ലുസുന്നയുടെ മറുഭാഗത്തുള്ള ആളുകൾ ഓരോ കാലങ്ങളിൽ വെച്ച് പുലർത്തിയ നിലപാട് വ്യത്യസ്തമാണ്. ആദ്യം MCC അഹമ്മദ് മൗലവി പരപ്പനങ്ങാടി എന്ന് പറയുന്ന മൗലവി മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്നൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു, പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകൽ നിർബന്ധമാണ്, ജുമുഅക്കും നിർബന്ധമാണ്, ജമാഅത്തിനും നിർബന്ധമാണ്. കാരണം യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അതൊക്കെ വരും, ആണുങ്ങളൊക്കെ പോലെ പെണ്ണുങ്ങളും ആ വിഷയത്തിൽ പെടും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോ അന്ന് അതിന് മറുപടിയായിട്ട് അന്നത്തെ കേരള ജമിയത്തുൽ ഉലമയുടെ പ്രധാനപ്പെട്ട നേതാവ് K ഉമർ മൗലവി വളരെ വ്യക്തമായി ഈ കാണുന്ന അൽമനാറുകളിൽ വളരെ വ്യക്തമായി വിശദീകരിച്ചു. MCCയുടെ പുതിയ വാദങ്ങൾ എന്ന പേരിൽ, ആ പുതിയ വാദങ്ങൾ എന്ന പേരിൽ അദ്ദേഹം ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു എന്നതിൽ പെണ്ണുങ്ങൾ പെടൂല, പെടുന്ന് നിങ്ങൾ പറയണത് വെറുതെ പറയണം, അങ്ങനെ പെടുകയാണെങ്കിൽ വേറെയും കുറെ സ്ഥലത്ത് പെടേണ്ടി വരും, അപ്പം അത് സംഗതി ശരിയാവൂല. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, രണ്ടാമത്തെ രേഖ പെണ്ണുങ്ങളെ പള്ളിയിൽ പോകുന്നതിനെ തടയരുത് എന്ന വിലക്കാണ് പോൽ. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ് എന്നുള്ള ഹദീസ് ഇപ്പം മൗലവിമാരൊക്കെ ഓതുന്ന ആ ഹദീസാണ് പോൽ. എന്നാൽ ആ ഹദീസ് ഒന്നും ഒരിക്കലും നിർബന്ധമാണെന്നും വരൂല, പോകൽ അനുവാദമുണ്ട് എന്ന് മാത്രമേ വരുള്ളൂ. പോകൽ അനുവാദമുണ്ടെന്ന് മാത്രമേ വരൂ. അപ്പൊ അനുവാദം മാത്രമേ ഈ വിഷയത്തിലുള്ളൂ എന്ന് അന്ന് ഉമർ മൗലവി പറഞ്ഞു. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം, അപ്പൊ വിഷയത്തിന്റെ ചരിത്രത്തിന്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൽ സ്ത്രീ പള്ളി പ്രവേശനവാദികളായ ആളുകൾ 1952 MCC അഹമ്മദ് മൗലവി മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്ന പുസ്തകം എഴുതിയപ്പോൾ ജുമുഅ ജമാഅത്ത് നിർബന്ധമാണെന്ന് പറഞ്ഞു. എന്നാൽ അക്കാലത്ത് തന്നെ ജീവിക്കുന്ന മറ്റു മൗലവിമാർ
1953 മെയ് 20 കെ ഉമർ മൗലവി അൽമനാർ എന്ന മുജാഹിദിന്റെ ഔദ്യോഗിക പത്രത്തിൽ മറുപടി എഴുതി. ആ മറുപടിയിൽ അദ്ദേഹം പറഞ്ഞു, ആകയാൽ ചില ഉലമാക്കളല്ല സകല ഉലമാക്കളും സ്ത്രീകൾക്ക് ജുമുഅ നിർബന്ധമില്ലെന്ന് വാദിച്ചവരാണ് എന്ന് തെളിഞ്ഞു. സുന്നത്തുണ്ടെന്ന് ചില ഉലമാക്കൾ പറഞ്ഞു എന്ന് മൗലവി വാദിക്കുന്നു. ഇമാമുകളുടെ കിതാബുകളിൽ നിന്നും അത് തെളിയിച്ചു തരാൻ അദ്ദേഹത്തിന് സാധിക്കുമോ? ഈമാനിന്റെ കണികയെങ്കിലും മനസ്സിലുള്ള സഹോദരന്മാരും സഹോദരിമാരും ആലോചിക്കണം. 1953 മെയ് 20 ഉമർ മൗലവി അൽമനാറിൽ എഴുതുകയാണ്, സ്ത്രീകൾക്ക് ജുമുഅ നിർബന്ധം പോയിട്ട് സുന്നത്തെങ്കിലും ഉണ്ടെന്ന് ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് കാണിച്ചു തരുമോ എന്ന് ഉമർ മൗലവി ചോദിച്ചു. എന്നാൽ അതേ ഉമർ മൗലവി 1977 ഡിസംബർ 20 ഇറങ്ങിയ സൽസബീലിൽ എഴുതുന്നു, പുസ്തകം 7 ലക്കം 9 ഇദ്ദേഹം പറഞ്ഞു, മുസ്ലിം സ്ത്രീകൾക്ക് ജുമുഅയും ജമാഅത്തും അനുവദനീയവും സുന്നത്തുമാണെന്ന വിഷയത്തിൽ നാളിതുവരെ രണ്ടഭിപ്രായമുണ്ടായിരുന്നില്ല. 1953 മെയ് 20 ഇമാമിങ്ങളെ കിതാബെന്ന് പെണ്ണുങ്ങൾക്ക് ജുമുഅ ജമാഅത്ത് സുന്നത്താണെന്ന് തെളിയിച്ചു തരുമോ എന്ന് ചോദിച്ച മൗലവി തന്നെ 77 പറയണ് സ്ത്രീകൾക്ക് ജുമുഅയും ജമാഅത്തും അനുവദനീയവും സുന്നത്തുമാണെന്നുള്ള വിഷയത്തിൽ നാളിതുവരെ തർക്കമല്ല. നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ എന്താ പറഞ്ഞു, ആദ്യം വാജിബാന്ന് പറഞ്ഞൊരു മൗലവി, അപ്പൊ അന്ന് അതിനെ എതിർത്തുകൊണ്ട് അനുവദനീയം മാത്രമേ ഉള്ളൂ, നിർബന്ധമില്ല, സുന്നത്തുമില്ല എന്ന് ഉമർ മൗലവി പറഞ്ഞു. 1977 ഉമർ മൗലവി സുന്നത്തുണ്ട് എന്നുള്ളതിൽ നാളിതുവരെ തർക്കമല്ല എന്ന് പറഞ്ഞു. ഏറ്റവും ലേറ്റസ്റ്റ് ആയി 23/11/1907 പൈങ്ങോട്ടൂരിൽ വെച്ച് മുജാഹിദ് സുന്നി സംവാദത്തിന് ഈ വിഷയത്തിൽ വ്യവസ്ഥ നിശ്ചയിക്കാൻ കൂടിയപ്പോൾ മുജാഹിദുകൾ വളരെ വ്യക്തമായി കൊളക്കാട്ട് ചാലി ചേലേമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള മുജാഹിദ് സുഹൃത്തുക്കളും പിന്നെ അതേമാതിരി സുന്നി പ്രവർത്തകരും തമ്മിൽ നടന്ന സംവാദത്തിനുള്ള വ്യവസ്ഥ നിശ്ചയിക്കാൻ കൂടിയതിലെ രേഖയാണിത്. ഇതിൽ പറയുന്ന ഇന്ന് കേരളത്തിൽ മുജാഹിദ് പള്ളികളിൽ നടക്കുന്നത് പോലെ പരപുരുഷന്മാർ പങ്കെടുക്കുന്ന പള്ളിയിൽ ജുമുഅ ജമാഅത്തുകളിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കൽ അനുവദനീയമാണ്.